Okay, last class നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ദ സ്പെസിമെൻ അതാണ് നോക്കിയത് അല്ലേ. ടുഡേ നമ്മളപ്പോൾ എന്താണ് സാമ്പിൾ പ്രിപ്പറേഷൻ നോക്കിയല്ലേ. സോ നെക്സ്റ്റ് വൺ ഹൗ ടു അനലൈസ് ദി സാമ്പിൾ. നമുക്ക് ഈ സാമ്പിൾ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടണ്ടേ, അതിൻ്റെ ഡാറ്റ നമ്മൾ എടുക്കണം അല്ലേ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിനെ മാഗ്നിഫൈ ചെയ്യണം അല്ലേ. നമുക്ക് കിട്ടിയ സാമ്പിൾ വളരെ ചെറിയ സൈസാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ ഇന്നർ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ, അതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ വി നീഡ് ടു മാഗ്നിഫൈ ഇറ്റ്. സോ യൂഷ്വലി ഫോർ മാഗ്നിഫിക്കേഷൻ വി വിൽ യൂസ് മൈക്രോസ്കോപ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളെല്ലാവരും കണ്ട നമുക്ക് അറിയുന്ന മൈക്രോസ്കോപ്പാണ്. ഓൾറെഡി നമ്മൾ ഇതൊക്കെ ഈ ടോപ്പിക്സ് ഒക്കെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് അല്ലേ. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് പറയുമ്പോൾ ഒപ്റ്റിക്കൽ ലൈറ്റ് റേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് നമ്മൾ നിങ്ങളെ കെമിസ്ട്രി ബയോളജി ലാബ്സിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. +1 +2 നമ്മൾ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് വെച്ച് നമുക്ക് മാഗ്നിഫൈ ചെയ്യാം അല്ലേ. 500 times or 1000 times depends on the magnification power of the particular microscope. നമുക്ക് അങ്ങനെ ഡിഫറെന്റ് മാഗ്നിഫിക്കേഷനിൽ നമുക്കത് മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, so the study of metallic structures is carried out using reflected light as the light rays cannot penetrate. ഇവിടെ ചെയ്യുന്ന okay, so the study of metallic structures is carried out using reflected light as the light rays cannot penetrate to the surface. So നമ്മൾ ഇവിടെ ചെയ്യുന്ന എന്താണ്, നമ്മളൊരു ലൈറ്റ് റേസ് ഇലുമിനേറ്റ് ചെയ്യും on the specimen surface. So from the data obtained, the data will be collected from the reflected light. നമ്മൾ കൊടുത്ത ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് വരുന്നതിൽ നിന്നുള്ള ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ മാഗ്നിഫൈ ചെയ്തത്, അല്ലെങ്കിൽ ആ ഡാറ്റാസ് വെച്ചിട്ടാണ് അതിനെ നമ്മൾ മാഗ്നിഫൈ ചെയ്തത്. സോ ഇറ്റ് കാണ്ട് പെനട്രേറ്റ് ത്രൂ ദി സ്പെസിമെൻ. The microscope consists of 3 optical systems called illuminating system, objective lens and eyepiece. അപ്പോൾ മെയിൻ ആയിട്ട് 3 പാർട്സ് ആണുള്ളത്. അപ്പോൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. സോ യു നീഡ് ടു ഡ്രോ ദി ലൈൻ ഡയഗ്രം ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. സോ ദർ വിൽ ബി 3 മെയിൻ പാർട്സ്. വൺ ഈസ് ഇല്ലുമിനേറ്റിംഗ് സിസ്റ്റം or it includes the light source. Light source include ഇതിലൊരു illuminating system ഉണ്ടാവും. രണ്ടാമത്തതോ there will be an objective lens. Actually this objective lens will direct this illuminating this light source to the specimen. സ്പെസിമെനിലേക്ക് കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കും ഈ ലൈറ്റിനെ ഒബ്ജക്റ്റീവ് ലെൻസ് ചെയ്യുന്നത്. and the place where the viewer can view the magnified image. So the illuminating system lights up the surface to be examined. A certain amount of the incident light is reflected from the surface of the specimen and it passes through the objective lens and eyepiece. An enlarged image of the illuminated area is observed by looking through the eyepiece. So the major function of an objective lens is to, എന്താ ചെയ്യുന്ന objective lens, it will collect the maximum quantity of light reflected back from any point on the specimen. Okay, and combine it to form an image. Another function of the lens is to magnify the image obtained. ഓക്കെ, അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ലെൻസ് എന്താ ചെയ്യുന്നത്, ഈ നമ്മൾ ഇല്ലുമിനേറ്റ് ചെയ്യുന്ന ലൈറ്റിനെ സ്പെസിമെനിലേക്ക് ഡയറക്റ്റ് ചെയ്യും. സ്പെസിമെനിൽ നിന്ന് തിരിച്ചു വരുന്ന ഈ ഡാറ്റാസ് എന്താണ്, അതിനെ ക്വാണ്ടിഫൈ ചെയ്തിട്ട് അതിനെ മാഗ്നിഫൈ ചെയ്തിട്ട് ഐ പീസിലേക്ക് തിരിച്ചു വിടും. ഓക്കെ, ദാറ്റ് ഇസ് എ മേജർ ഫങ്ഷൻ ഓഫ് ദി ഒബ്ജക്റ്റീവ് ലെൻസ്. ഇറ്റ് ഈസ് ത്രൂ ദ ഐ പീസ് ദ ഒബ്സർവർ വ്യൂസ് ദ ഫോക്കസ്ഡ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ്. And by appropriately positioning the primary image with respect to the eyepiece, the image can be further enlarged depending upon the magnifying power of the eyepiece. അപ്പോൾ നമുക്കറിയാം ഐപീസിന്റെ മാഗ്നിഫൈങ് പവർ ഉണ്ടാവും. നമുക്കറിയാം മൈക്രോസ്കോപ്പിലൂടെ അതിന്റെ ഡിസ്റ്റൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ദാറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ സ്പെസിമെൻ വിത്ത് റെസ്പെക്ട് ടു ദ ഐപീസ്. നമ്മൾ ചെയ്തതാണ് മൈക്രോസ്കോപ്പിലൂടെ, നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ചെയ്തതാണ്. നമുക്കറിയാം എങ്ങനെയാണ് അത് മാഗ്നിഫൈ ചെയ്യുന്നതും എങ്ങനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നതും. So likewise we will get a different magnification. അതിന്റെ മാക്സിമം റേഞ്ച് എത്രയാണോ അതിന്റെ ഉള്ളിലുള്ള ഡിഫറെന്റ് മാഗ്നിഫിക്കേഷൻ നമുക്കത് മാഗ്നിഫൈ ചെയ്ത് വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. യൂഷ്വലി ആ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്സ് ലുക്സ് ലൈക്ക് ദിസ്. സിംപ്ലിഫൈഡ് ഡയഗ്രാം, ഇങ്ങനെ വളരെ സിംപ്ലിഫൈഡ് ഡയഗ്രാമാണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആയ ഡയഗ്രാമാണ്. സോ ഫസ്റ്റ് കാണിക്കുന്നത് ലൈറ്റ് സോഴ്സ് ആണ്. സെക്കൻഡ് കാണിക്കുന്നത് ഇപ്പോൾ ഇതിലത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളത് എക്സാമിന് നിങ്ങളത് ഇൻഡിക്കേറ്റ് ചെയ്യണം. ഇവിടെ കാണിക്കുന്നത് എന്താണ്, ഈ കാണിക്കുന്നതാണ് കണ്ടൻസർ ലെൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടൻസർ ലെൻസ്. ഇവിടെ ഒരു ലെൻസ് ഉണ്ട് നമുക്ക്, ദാറ്റ് ഈസ് എ കണ്ടൻസർ ലെൻസ്. കണ്ടൻസർ ലെൻസ് ആണ് എന്താണ്, ലൈറ്റ് സോഴ്സിനെ അതിനെ ഡയറക്റ്റ് ചെയ്തിട്ട് എവിടത്തേക്കാണ് കൊണ്ടുവന്നത്. ദർ ഈസ് എ മിറർ ഹിയർ. ഇവിടെ ഒരു മിറർ ഉണ്ട്. ദിസ് വൺ ഈസ് എ മിറർ ഓർ ഇറ്റ് ഈസ് എ റിഫ്ലക്ടർ എന്ന് പറയാം. ഒരു പ്ലെയിൻ ഗ്ലാസ് റിഫ്ലക്ടർ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റിഫ്ലക്ടർ അല്ലെങ്കിൽ മിറർ.
തൽക്കാലം R കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന റിഫ്ലക്ടർ, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ mirror. So there is a light source, it will pass through the condenser will direct it to the mirror or a reflector. Reflector adutthekku avunna adu directly nere objective lens lekku povum. Okay, the main function of the objective lens is to collect the maximum quantity of light reflected back from any point on the specimen. അപ്പോൾ ഇത് എവിടത്തേക്ക് വന്ന സ്പെസിമെനിൽ പോയിട്ട് തിരിച്ചു വരുന്ന റിഫ്ലക്റ്റഡ് ലൈറ്റിനെ ഈ സ്പെസിമെന്റെ എല്ലാ പാടത്തും റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റിനെ അത് കളക്ട് ചെയ്യും, മാക്സിമം ക്വാണ്ടിറ്റി കളക്ട് ചെയ്തിട്ട് അതിനെ കമ്പൈൻ ചെയ്യും, ഫോം ആൻ ഇമേജ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് വിൽ മാഗ്നിഫൈ ദ ഇമേജ് ഒബ്റ്റൈൻഡ്. ഓക്കെ, അതാണ് ഇതിന്റെ നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫംഗ്ഷൻ. സോ ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ് ലെൻസ്. So light source, condenser, mirror or reflector, and objective lens, specimen, and finally the image can be viewed through a eyepiece. Eyepiece നമുക്ക് ഇമേജ് വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഒരു സിംപ്ലിഫൈഡ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന്റെ ഡയഗ്രാം. ഇതാണ് നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം വരച്ചാൽ മതി, ബട്ട് യു ഷുഡ് ഇൻഡിക്കേറ്റ് ഓൾ ദ പാർട്സ്. സോ ഇതിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരുപാട് ലെൻസസ്, അതിന്റെ മാഗ്നിഫിക്കേഷൻ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ലെൻസസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, so also there are two types of optical microscope. ഒരു ഇൻവെർട്ടഡ് ഉണ്ട്, അപ്രൈറ്റ് മൈക്രോസ്കോപ്പ് ഉണ്ട്. സാധാരണ നമ്മൾ അപ്രൈറ്റ് മൈക്രോസ്കോപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്, നമ്മൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. അത് കൂടാണ്ട് there is an inverted microscope also. Okay, so optical microscope നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതാണ്, we will use light source അല്ലേ. ലൈറ്റ് സോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇമേജ് മാഗ്നിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇമേജ് നമുക്ക് ഒബ്റ്റൈൻ ചെയ്യുന്നത് അല്ലേ. റിഫ്ലക്റ്റഡ് ലൈറ്റിൽ നിന്നാണ് നമുക്ക് അതിന്റെ ഡാറ്റാസ് കിട്ടുന്നത്. But there is a limitation for this optical microscope, because the magnification what we can obtain is only limited to a particular range. നമുക്കൊരു മാക്സിമം ഒരു 500 to 1000 times magnification മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ ഈ പറയുന്ന ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ. സോ വാട്ട് വിൽ ഗോ ഫോർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇപ്പം എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്? Okay, so because we need higher magnification ആവശ്യമുള്ളവർ നമ്മൾ എന്ത് പോകും, we will move to electron microscopy. So instead of light rays, a beam of electrons are employed to form images on the structure under observation here. Okay, നമ്മൾ നേരത്തെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ ഉപയോഗിച്ച പോലെ ലൈറ്റ് സോഴ്സ് അല്ല, ഇൻസ്റ്റഡ് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് ഇവിടെ ഇലക്ട്രോൺ ബീംസ് ആണ് യൂസ് ചെയ്യുന്നത്. So these electron beams can penetrate through the specimen. Electron beams നമ്മൾ സ്പെസിമെന്റെ മുകളിലേക്ക് ഡയറക്റ്റ് ചെയ്താൽ സം amount will be reflected, some amount will be penetrated through the specimen. ഓക്കെ, ലൈറ്റ് ആണെങ്കിൽ മാത്രമേ അത് റിഫ്ലക്ട് ചെയ്തുള്ളൂ, ഇവിടെ അതിന് പെനട്രേറ്റ് ചെയ്യാൻ കൂടി പറ്റും. ഓക്കെ, സോ whenever we need more magnification, more than 1000 times, 1000x എന്ന് പറഞ്ഞാൽ 1000 times ആണ്. 1000 where h is the actual size of the image. 1000 times നമുക്ക് അതിനേക്കാളും കൂടുതൽ മാഗ്നിഫൈ ആണെങ്കിൽ we will go for electron microscopy. Okay, so that is the maximum magnification that can be possible with an optical microscope is limited to about 1000x. So when higher magnifications are needed, electron microscopy is made use of. Here instead of a light rays, beams of electrons are employed to form images of the structure under observation. The short wavelength of electron beams make it possible to have higher magnification resolving power. Wavelength as compared to the light, electron beams have got a shorter wavelength. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ അതിന് അപ്പോൾ അങ്ങനെ ഷോർട്ടർ wavelength ആയതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഡാറ്റാസ് റിസോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ വി വിൽ ഗെറ്റ് ഇറ്റ് ഫർദർ മോർ ഡീറ്റെയിൽസ് വെൻ കമ്പയർഡ് ടു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. So the image we can obtain this image on a magnetic lens. നമുക്കതൊരു മോണിറ്ററിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കൊരു ഇമേജ് സ്ക്രീനിൽ അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. The electron beam has a monochromatic wavelength of 3.7 into 10⁻³ nanometer, which is 5 times or 5 orders smaller than that of visible light used to optical microscopy. അപ്പോൾ ഇലക്ട്രോൺ ബീംസിന്റെ ഇതിന്റെ വേവ്ലെങ്ത് പറയുന്നത് എത്രയാണ്? 5 times സ്മോളർ ആണ് ദാൻ വിസിബിൾ ലൈറ്റ് സോഴ്സ്. സോ നമുക്ക് അത്രയും സ്മോളർ ആയതുകൊണ്ട് തന്നെ അതിന് ഡീറ്റെയിൽസ്, ഒരുപാട് ഡീറ്റെയിൽസ്, ഈ സ്പെസിമെന്റെ മുകളിലെ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.
This results in considerably smaller structural details. Okay. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ഇതിൽ നിന്ന് ലഭ്യമാകും. So there are two types of electron microscopes. Two types of electron microscope. One is transmission electron microscope TEM or scanning electron microscope SEM. അപ്പോൾ നിങ്ങളോട് ഒരുപക്ഷെ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് ചോദിക്കൽ വിത്ത് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് TEM എന്ന് മാത്രമായിരിക്കും. അതിനെ അവർ എലാബറേറ്റ് ചെയ്ത് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒന്നും ചോദിക്കൂല. ചിലപ്പോൾ വിത്ത് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് SEM എന്നായിരിക്കും ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ TEM ആൻഡ് SEM. Okay, so what are the differences between TEM and SEM, or compare SEM and TEM? ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇല്ലെങ്കിൽ ഡയറക്റ്റ് കംപ്ലീറ്റ് എലാബറേറ്റ് ചെയ്ത് ചോദിക്കാം. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, വാട്ട് ഈസ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വിത്ത് എ നീറ്റ് സ്കെച്ച്. ഓക്കെ, ഇപ്പോൾ ബിഫോർ അത് ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇപ്പോൾ so we will go for electron microscopy whenever we need higher resolution, whenever higher resolution is required. So നമുക്ക് അതിന്റെ മാഗ്നിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ദിസ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനാണ് നമുക്ക് കൂടുതൽ മാഗ്നിഫിക്കേഷൻ കിട്ടുന്നത്. അബൌട്ട് 10⁶ ടൈംസ് ഒക്കെ നമുക്ക് മാഗ്നിഫിക്കേഷൻ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എന്താ പറയുക 10⁵, 10⁶ ടൈംസ് ഒക്കെ മാഗ്നിഫിക്കേഷൻ. ഓക്കെ, ഒരു 10 lakhs ഒക്കെ, നമ്മൾ 1000 ടൈംസ് മാത്രമേ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ കിട്ടും. ഇവിടെ ഒരു 10 lakhs ഒക്കെ നമുക്ക് കിട്ടും TEM-ൽ. ബട്ട് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ മാഗ്നിഫിക്കേഷൻ കുറവാണ്. അബൌട്ട് ഇൻ ദ റേഞ്ച് ഓഫ് 50,000 H or 50,000 ടൈംസ് ഒക്കെ മാത്രമേ നമുക്ക് മാഗ്നിഫിക്കേഷൻ കിട്ടത്തുള്ളൂ SEM-ൽ. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമുക്ക് SEM-ൽ കിട്ടും. അതുപോലെ തന്നെ അതിന്റെ റെസൊല്യൂഷൻ എത്രയാണ് അതിന് റിസോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അത് TEM-ഉം SEM-ഉം ഓൾമോസ്റ്റ് സെയിം ആണ്. 10⁻⁴ to 10⁻8 ടൈംസ് ഒക്കെ, അത്രയും ടൈംസ് ഒക്കെ ഇതിന് റിസൊല്യൂഷൻ കിട്ടും. ദാറ്റ് ഈസ് ഒരു 10 to 100 നാനോമീറ്റേഴ്സിലൊക്കെ നമുക്ക് കിട്ടും. TEM-ന്റെ കേസിൽ ഒരു 10 നാനോമീറ്റർ വരെ, SEM-ന്റെ കേസിൽ 10 to 100 നാനോമീറ്റർ വരെ കിട്ടാം. ഓക്കെ, വേറൊരു പ്രത്യേകത വെച്ചാൽ ബോത്ത് ദീസ് SEM ആൻഡ് TEM ആർ ഓപ്പറേറ്റഡ് അണ്ടർ വാക്വം. ഓക്കെ, വാക്വത്തിലാണ് ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺ ബീം നമ്മൾ ഒരു സാമ്പിളിന്റെ മുകളിൽ അല്ലെങ്കിൽ സ്പെസിമെന്റെ മുകളിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫോർ എക്സാമ്പിൾ ഇൻ ദ ഫിഗർ യു കൻ സി എ സ്പെസിമെൻ. നിങ്ങൾക്ക് ഇവിടെ ഗ്രേ കളറിൽ സ്പെസിമെൻ കാണിക്കുന്നുണ്ടല്ലേ? സോ whenever an electron beam strikes on a specimen or a sample, there are 4 possibilities. നമുക്ക് അവിടെ 4 പോസിബിലിറ്റീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സെക്കൻഡറി ഇലക്ട്രോൺസ്. ഇവിടെ കാണിക്കുന്ന പോലെ it can produce secondary electrons. Okay, also it can produce backscattered electrons. Backscattered electrons produce ചെയ്യാം. or it can emit X-rays emit ചെയ്യാം. Okay, X-rays can be emitted in the form of photons. And third possibility is it can transmit electrons. ഇങ്ങനെ 4 പോസിബിലിറ്റീസ് ആണ് ഒരു ഇലക്ട്രോൺ ബീം ഒരു സ്പെസിമെന്റെ മുകളിൽ ഡയറക്റ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് SEM-ലും TEM-ലും വരുന്നത് നോക്കാം. TEM, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ എടുക്കുന്ന എന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്ത ഇലക്ട്രോൺസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഈ സ്പെസിമെനിലൂടെ കടന്നുപോയ ഈ റെഡ് കളറിൽ കാണിക്കുന്ന ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺസ്. സോ വി വിൽ ഓൺലി ടേക്ക് ദ ഡീറ്റെയിൽസ് ഓഫ് ദിസ് ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺ, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് നമ്മൾ ആ സ്പെസിമെന്റെ ഡീറ്റെയിൽസ് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് SEM, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, വി വിൽ ടേക്ക് ദീസ് 3 ഡീറ്റെയിൽസ്. അതിന്റെ സെക്കൻഡറി ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ബാക്ക്സ്കാറ്റർ ഇലക്ട്രോൺസ്, അതുപോലെ തന്നെ എക്സ്റേ ഫോട്ടോൺസ്. ഈ 3 ഡീറ്റെയിൽസുമാണ് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നത്. ആ 3 ഡീറ്റെയിൽസും എടുത്തിട്ട് അത് കമ്പൈൻ ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഫൈനൽ ഇമേജിന്റെ ഡാറ്റാസ് എടുക്കുന്നത്. ഓക്കെ, so in the case of transmission electron microscope, the image seen with the TEM is found by electron beam that passes through the specimen. Okay, അപ്പോൾ TEM-ന്റെ കേസിൽ എന്താണ്? ഇലക്ട്രോൺ ബീം ഈ സ്പെസിമെനിലൂടെ പാസ് ചെയ്ത് കടന്നു വന്നതിന്റെ ആ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എടുക്കുന്നത്. The specimen need to be prepared in the form of very thin foil. അപ്പോൾ നമുക്ക് വേണ്ട സ്പെസിമെൻ നമ്മൾ ഓൾറെഡി സ്പെസിമെൻ പ്രിപ്പറേഷൻ നോക്കിയല്ലേ? അതിന്റെ ഡിഫറെന്റ് കട്ടിംഗ് ഓഫ് ദ സ്പെസിമെൻ, ഗ്രൈൻഡിങ്, റഫ് ഗ്രൈൻഡിങ്, ഫൈൻ ഗ്രൈൻഡിങ്, ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈൻ ഗ്രൈൻഡിങ്, ദെൻ പോളിഷിങ്, എച്ചിങ്, ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. സോ അതിനുശേഷം നമുക്ക് ഫൈനൽ സ്പെസിമെൻ കിട്ടുന്നത്.
So the specimen need to be prepared in the form of a very thin foil so that an appreciable fraction of the electron beam is transmitted through the specimen. അത്രയും തിൻ ലെയർ ഓഫ് ഫോയിൽ ആയിരിക്കും, എന്നാൽ മാത്രമേ അതിലൊരു ഭാഗം അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഓഫ് ഇലക്ട്രോൺ അതിലെ പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. The differences in scattering beams or diffraction due to different elements of the microstructure results in contrast in images obtained. Okay. ഈ മൈക്രോസ്ട്രക്ചർ അല്ലെങ്കിൽ മൈക്രോസ്ട്രക്ചർ അനലൈസ് ചെയ്യാനല്ലോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈക്രോസ്ട്രക്ചറിൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. നമുക്കറിയാം ഡിഫറെന്റ് മൈക്രോസ്ട്രക്ചേഴ്സ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവില്ല ഓരോ സ്പെസിമെനും. അപ്പോൾ അതിൽ ഉള്ള സ്ട്രക്ചറൽ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഇമേജിന്റെ കോൺട്രാസ്റ്റ് എന്തായിരിക്കും? ഡിഫറെന്റ് കോൺട്രാസ്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണെങ്കിൽ അതിന്റെ കോൺട്രാസ്റ്റ് ഡിഫറൻസ് അനുസരിച്ച് നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബാലൻസിൽ ബ്രൈറ്റ്നസ് ആൻഡ് ഡാർക്ക്നെസ്സിൽ നമുക്ക് കിട്ടും അല്ലെ. അങ്ങനെയാണ് നമുക്ക് ആ ഇമേജ് കിട്ടുന്നത്. The image can be viewed by projecting to a screen or photographic film. ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിലേക്ക് നമുക്ക് പ്രൊജക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ക്രീനിലേക്ക് നമുക്കത് ഡിസ്പ്ലേ മോണിറ്ററിലേക്ക് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. മാഗ്നിഫിക്കേഷൻ ഓഫ് ആസ് ഹൈ ആസ് 10 to the power of 5 h that much, and resolution ranging from 10 raised to -4 to 10 raised to -10 meter are possible by TEM technique. അപ്പോൾ ഹയർ മാഗ്നിഫിക്കേഷൻസ് നമുക്ക് ലഭ്യമാണ് ഈ TEM ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്. പക്ഷെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 10 raised to -10 വരെ, അല്ലെങ്കിൽ ഒരു 10 നാനോമീറ്റേഴ്സ് വരെയുള്ള റെസൊല്യൂഷൻ നമുക്ക് അവൈലബിൾ ആണ്. In TEM, thin films of the material is used. 1 mm thickness ഒക്കെയുള്ള സ്പെസിമെനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Choosing a low speed diamond cutter wafers of 250 mm thickness are sectioned from the bulk of the material. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഡയമണ്ട് കട്ടർ ഒക്കെ വെച്ചിട്ടാണ് സ്പെസിമെൻ കട്ട് ചെയ്തിട്ട് അത്രയും തിൻ ഫോയിൽ ആയിട്ട് എടുക്കുന്നത്. These are then ground to a thickness of 125 to 150 mm. The final thinning is done by chemical and electrochemical method or by ion milling. Okay, so that is the details of the specimen preparation. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇമേജ് വരുന്നത്. സോ ഹൈ വോൾട്ടേജ് എന്താണ് ഇലക്ട്രോൺ ബീംസ് ആണ് നമ്മൾ ഇതിൽ കടത്തിവിടുന്നത് അല്ലേ. അപ്പോൾ ഫിഗർ നിങ്ങളൊന്ന് നോക്കിയേ, ഫിഗറിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കാണുന്നത്. ദർ ഈസ് എൻ ഇലക്ട്രോൺ ഗൺ അല്ലെ, ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ട്. ദെൻ ദർ ആർ കണ്ടൻസർ ലെൻസസ്. ദെൻ finally there is a fluorescent screen അല്ലെങ്കിൽ there is a camera. Okay, so initially എന്താണ്, there will be a ultra thin sample. നമുക്ക് അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇമേജ് നോക്കാം. there will be an electron source. അപ്പോൾ ഒരു മോണോക്രോമാറ്റിക് ബീം ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രോൺ സോഴ്സ് കടത്തിവിടുന്നത് അല്ലെ. so usually the electron source will be a electron gun. ഒരു ഇലക്ട്രോൺ ഗൺ ആയിരിക്കും ഈ ഇലക്ട്രോൺ സോഴ്സ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിലായിരിക്കും അത് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കേസിൽ അതൊരു 80 to 300 കിലോവാട്ട്. ഓക്കെ, സോ 80 to 300 കിലോവാട്ട് ഇസ് ദ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് വിച്ച് ഇസ് അപ്ലൈഡ് ടു ദി ഇലക്ട്രോൺ ഗൺ. ഓക്കെ, ഇപ്പോൾ ഈ ഇലക്ട്രോൺ ഗണ്ണായിട്ട് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. ഓക്കെ, ടങ്സ്റ്റൺ ഫിലമെന്റ്സ് ഈസ് യൂസ്ഡ് ആസ് ഇലക്ട്രോൺ ഗൺ. സോ ഇലക്ട്രോൺ ഗൺ ഉണ്ടാവും. അതിനുശേഷം ദർ ഈസ് ആൻ ആനോഡ്. അപ്പോൾ ആനോഡ് എന്ന് വെച്ചാൽ എന്താണ്? ആനോഡ് ഈസ് ഇറ്റ് വിൽ അട്രാക്ട് ദി ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇറ്റ് വിൽ ആക്സിലറേറ്റ് ദി വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസിനെ അത് അട്രാക്ട് ചെയ്യും. ആനോഡ് പറഞ്ഞാൽ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. സോ എവറി ടൈം എന്ത് ചെയ്യും? ഇലക്ട്രോൺ ബീമിലെ ഇലക്ട്രോണിനെ അത് അതിലൂടെ കടത്തി വിടും, അതിനെ അട്രാക്ട് ചെയ്യും, വലിച്ചെടുക്കും. ഓക്കെ, then it moves to the condenser lenses. അതിനുശേഷം അത് കണ്ടൻസർ ലെൻസിലേക്ക് പോകുന്നത്. കണ്ടൻസർ ലെൻസ് എന്താ ചെയ്യുന്നത്? It will focusing of the electron towards the specimen, because specimen is kept below the condenser lens. So electron source നിന്ന് electron monochromatic electron beam വന്നു. Then it will anode will direct it to the condenser lens. Condenser lens will direct it to the specimen. Okay, the objective lens. The objective lens എന്താണ്? It is also an electromagnetic lens. It will what is the job of the objective lens? It will focus the electrons towards the projector lens. അത് പ്രൊജക്ടർ ലെൻസിലേക്കാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. there will be intermediate lenses. പ്രൊജക്ടർ ലെൻസസ് എന്താ ചെയ്യുന്നത്? പ്രൊജക്ടർ ലെൻസ് ഫൈനൽ എന്താ ചെയ്യുന്നത്? അത് ഒരു
it will magnify the image. Projector lens will magnify the image and it will pass on to the fluorescent screen. Fluorescent screen അപ്പോൾ നമുക്ക് ഫൈനൽ ഇമേജ് ലഭ്യമാകും അല്ലേ. either to a fluorescent screen or to a CPU processor or a CCD detector-ലേക്ക് അത് പാസ് ചെയ്യും. അവിടെ നിന്ന് CPU processor വഴി നമുക്ക് മോണിറ്ററിൽ മാഗ്നിഫൈഡ് ഇമേജ് വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് ബൈ യൂസിങ് എ TEM we will get the maximum informations. മാക്സിമം ഇൻഫോർമേഷൻ നമുക്ക് TEM വെച്ചിട്ട് ലഭ്യമാകും. ഓക്കെ, so in TEM these transmitted electrons will be strike onto a fluorescent screen or plate and it will be converted into image which is 2-dimensional. അപ്പോൾ ഒരു 2D ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ, കാരണം ഫ്ലൂറസെന്റ് സ്ക്രീനിന്റെ മുകളിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. we will get a 2D image which is of black and white in color. black and white കളറിലുള്ള 2D ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. so that is about transmission electron microscope. ഇനി സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്, സിമിലർ തന്നെയാണ്. ഇവിടെയും നമ്മൾ എന്താ വെച്ചാൽ ഒരു അൾട്രാത്തിൻ, ഇവിടെയും ഒരു ഫോയിൽ ലൈക്ക് സ്പെസിമെനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ അതിന് മുകളിൽ ഒരു കോട്ടിംഗ് കൂടി കൊടുക്കുന്നുണ്ട്. while using SEM the surface of the specimen need not be polished or etched but should be electrically conductive. okay, for non-conductive material a thin metallic coating will be sufficient. okay, അപ്പോൾ ഇവിടെ ഈ കേസിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയൽസിന്റെ കേസിൽ നമ്മൾ ഒരു തിൻ മെറ്റാലിക് കോട്ടിങ് നമ്മൾ കൊടുക്കും. അല്ലാത്ത സമയത്ത് കോട്ടിങ്ങിന് ആവശ്യമില്ല. മെറ്റാലിക് ആണെങ്കിൽ ഇലക്ട്രോൺ ബീമിനെ നമ്മൾ അതിൽ പാസ് ചെയ്യുന്നുണ്ടല്ലേ. കാരണം നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താ, നമ്മൾക്ക് ഇവിടെ നമ്മൾ എടുക്കുന്ന ഡീറ്റെയിൽസ് തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ് അല്ലെ, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് അല്ല. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എടുക്കുന്നത്. The surface of the specimen is scanned with an electron beam and the reflected or scattered beam of electron is displayed using a cathode ray tube. The image on the screen represents the surface detail of the specimen. നമുക്കറിയാം സ്കാറ്റർ ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ നമുക്ക് 2-3 കാര്യങ്ങളെ സംഭവിക്കുന്നല്ലേ ഒരു ഇലക്ട്രോൺ ബീം സ്ട്രൈക്ക് ചെയ്യുമ്പോൾ. എന്തൊക്കെയാണ്? there will be secondary electron, there will be scattered electron, there will be X-rays. So using SEM it is possible to have a magnification up to 50,000 X. എന്നുവെച്ചാൽ TEM-ന്റെ അത്രയും മാഗ്നിഫിക്കേഷൻ ഇല്ല, പക്ഷെ നമുക്ക് കുറച്ചും കൂടി നല്ല റെസൊല്യൂഷൻ നമുക്ക് ഇവിടെ ലഭ്യമാകും. 1 to 100 നാനോമീറ്റേഴ്സ് വരെയുള്ള റെസൊല്യൂഷൻസ് നമുക്ക് ഇവിടെ ലഭിക്കും. ദാറ്റ് ഈസ് 10⁻⁴ to 10⁻8 മീറ്റർ. So in SEM an electron beam is focused to a spot of about 20 to 100 nanometer diameter and made to scan the sample surface. The electrons emitted from the specimen due to the various interactions of the incident beam. These electrons are then focused with an electrostatic electrode. The resolution of the final image depends on the diameter of scanning electron probe. Electrons emitted by the cathode or field emission source is isolated and focused as a thin beam into a point in the specimen. When these electrons impinge on the specimen, secondary electrons are emitted or scattered back. The current from these electrons is measured and displayed as intensity on a monitor. The narrow electron beam provides the SEM with a large depth of field which enables observation of even irregular surface. The level of magnification resolution of SEM are different from those of TEM. The strong point in SEM is the better details of the surface and contouring. കുറച്ചും കൂടി ബെറ്റർ ഡീറ്റെയിൽസ് നമുക്ക് SEM-ൽ കിട്ടുമെന്നാണ് SEM TEM വ്യത്യസ്തമാക്കുന്നത്. പക്ഷേ TEM-നെ കമ്പയർ ചെയ്യുമ്പോൾ SEM-ന്റെ റെസൊല്യൂഷൻ കുറവാണ്, മാഗ്നിഫിക്കേഷൻ കുറവാണ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ സെയിം വർക്കിംഗ് നമുക്ക് ഒന്നും കൂടി നോക്കാം വിത്ത് ഫിഗർ. അപ്പോൾ SEM-ലും നമ്മൾ യൂസ് ചെയ്യുന്ന സിമിലർ ഓപ്പറേഷൻ തന്നെയാണ് അല്ലെ. അൾട്രാത്തിൻ കോട്ടിങ് നമ്മൾ കൊടുക്കും അല്ലെ, കണ്ടക്റ്റീവ് അല്ലാത്ത നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആണ് അൾട്രാത്തിൻ കോട്ടിങ് കൊടുക്കും, അതാണ് ഒരു വ്യത്യാസം. Then electron source is used here. There will be an anode. Anode എന്താണ്? It is positively charged, so it will attract electrons. It will accelerate the velocity of electron. That is the duty of the anode. Then there will be a series of condenser lenses. The main duty of condenser lens is to focus the electron beam to the next lens. That is the objective lens. The objective lens will focus onto the sample. ഓക്കെ, സോ ഇവിടെ ഫർദർ ഡിഫറൻസ് എന്താണ് ഇവിടെ നമുക്ക് കാണുന്നത്? ഇവിടെ നമുക്ക് കാണുന്ന ഡിഫറൻസ് വെച്ചാൽ ഇതൊക്കെ കൂടി എന്താണ് സാമ്പിളിന്റെ മുകളിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലെ. ഒബ്ജക്റ്റീവ് ലെൻസ് ഫൈനലി ഇത് സാമ്പിളിന്റെ മുകളിലേക്ക് ഡയറക്റ്റ് ചെയ്തു. പക്ഷെ സാമ്പിളിൽ ഇത് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടല്ല പോകുന്നത്. വി ആർ ടേക്കിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി റിഫ്ലക്റ്റഡ് ഓർ സ്കാറ്റേർഡ് ലൈറ്റ് അല്ലെ. സോ ദർ ആർ 3 ഡിറ്റക്ടേഴ്സ് ഹിയർ ടു ഡിറ്റക്ട് ദിസ് 1 2 3. 1 2 3 എന്ന് പറയുന്നത്
നമ്മൾ പറഞ്ഞു ആദ്യം ആ മൂന്നെണ്ണം അവിടെ കാണിക്കുന്നത് 1 2 3 വന്ന ഫസ്റ്റ് എന്താണ് സെക്കൻഡറി ഇലക്ട്രോൺസ് ഉണ്ടാവും, അത് ഡിറ്റക്ട് ചെയ്യണം. ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ, ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, സെക്കൻഡറി ഇലക്ട്രോൺസ് ഉണ്ട്, എക്സ് റേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമുക്ക് 3 ഡിറ്റക്ടേഴ്സ് ഉണ്ട് അല്ലേ. ഇവിടെ ഒരു ഡിറ്റക്ടർ ഉണ്ട്, ഇവിടെ ഒരു ഡിറ്റക്ടർ ആൻഡ് ഏതൊക്കെയാണ്, ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഡിറ്റക്ടർ ഉണ്ട്, എക്സ്റേ ഡിറ്റക്ടർ ഉണ്ട്, സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടർ ഉണ്ട്. അപ്പോൾ സാമ്പിളിന്റെ മുകളിൽ നിന്ന് നോക്കി അത് റിഫ്ലക്റ്റഡ് ബാക്ക് ആണ്. ആ റിഫ്ലക്റ്റഡ് ബാക്ക് ചെയ്യുന്നതിൽ നമുക്ക് ഈ 3 കൊടുത്തല്ലേ. നാലാമത്തതാണ് എന്താണ്, ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺ, താഴേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോകുന്നത്. ശരിയല്ലേ. ഈ കേസിൽ ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺ ഇല്ല, കാരണം ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ മാത്രമേ ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോൺ ഉള്ളൂ. ഓക്കെ, അപ്പോൾ there are 3 detectors used here to collect these 3 electrons. ഇനി എന്താ ചെയ്യുന്നത്, ഈ ഡിറ്റക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, ഇത് സി പി യു എന്ത് ചെയ്യും, the CPU will process the data obtained from these detectors and will give the final image on the screen. അങ്ങനെ നമുക്ക് എന്താണ് ഫൈനൽ ഇമേജ് നമുക്ക് സ്ക്രീനിൽ കിട്ടും. അപ്പോൾ ഇതാണ് SCM-ൽ സംഭവിക്കുന്നത്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ സംഭവിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. അപ്പോൾ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് ഈസ് ദ വർക്കിംഗ് ഓഫ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്, ആദ്യം നോക്കിയത് വിത്ത് എ നീറ്റ് സ്കെച്ച്. Second one is working of transmission electron microscope with a neat sketch. Working of scanning electron microscope with a neat sketch. അപ്പോൾ എല്ലാത്തിലും നിങ്ങൾക്ക് സിംപ്ലിഫൈഡ് ഡയഗ്രാംസ് വരച്ചാൽ മതി. ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്താണ്, കമ്പാരിസൺ ബിറ്റ്വീൻ TEM ആൻഡ് SCM, ഓർ ദ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ TEM ആൻഡ് SCM. അപ്പോൾ ഇത് പറഞ്ഞ ഓരോ കേസിലും അതിൻ്റെ ഡിഫറൻസ് നോക്കാം. സ്പെസിമെൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇലക്ട്രോൺ ബീംസ് ഇതുപോലെയാണ്, ഏത് ടൈപ്പ് ഇമേജ് ആണ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് അതിൽ കിട്ടുന്നത്, അതിന്റെ മാഗ്നിഫിക്കേഷൻ റെസൊല്യൂഷൻ്റെ ഡിഫറൻസ് എത്രയാണ്, ഇതുപോലത്തെ ഒരുപാട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ അതിന്റെ ഡിഫറൻസിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നോക്കിയ സ്പെസിമെൻ ഉള്ളത് ഇവിടെയാണ്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമുക്ക് ഫ്ലൂറസെന്റ് സ്ക്രീനിലാണ് നമുക്ക് അതിന്റെ ഇമേജ് കിട്ടുന്നത്. ഇവിടെയുള്ളതോ സാമ്പിൾ അല്ലെങ്കിൽ സ്പെസിമെൻ ഉള്ളത് ഏറ്റവും താഴെയാണ്, അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡിറ്റക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്, CPU-ൽ കൊണ്ടുപോയിട്ട് നമുക്ക് അതിന്റെ അവിടെ നിന്ന് നമ്മളത് പ്രോസസ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ഇമേജ് കിട്ടുന്നത്. ഓക്കെ, ഇവിടുന്ന് ഇത് ഫ്ലൂറസെന്റ് സ്ക്രീനിലേക്ക് കടത്തിവിടാം, ഇല്ലെങ്കിൽ നമുക്ക് നേരെ അവിടത്തേക്ക് കടത്തിവിടാം, ഇതുപോലെ മോണിറ്ററിലേക്ക് അല്ലെങ്കിൽ CPU വെച്ച് നമുക്ക് മോണിറ്ററിലൂടെ അത് വിസിബിൾ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ രണ്ട് കേസിലും ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ് സ്പെസിമെൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, എന്താണ് thin foil need not be conductive is used in TEM. Bulk specimen need not be polished, should be conductive. അപ്പോൾ TM-ന്റെ കേസിൽ തിൻ ഫോയിലാണ് യൂസ് ചെയ്യുന്നത്. SCM-ന്റെ കേസിൽ നമുക്ക് അത്രയും തിന്നല്ലാത്ത ബൾക്ക് ഫോയിൽസ് യൂസ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടക്ടിങ് ആയിരിക്കണം, അല്ലെ കണ്ടക്ടിങ് അല്ലെങ്കിലോ നമ്മൾ അതിൽ പോളിഷ് ചെയ്യണം. Electron beam passes through the specimen, get diffracted. SCM-ന്റെ കേസിലോ ഇറ്റ് ഈസ് നോട്ട് പാസിംഗ് ത്രൂ ദ സ്പെസിമെൻ, ഇറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ്. ഓക്കെ, അവിടെ സെക്കൻഡറി ഇലക്ട്രോൺസ് എക്സ്റേസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ ഇമേജ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. ഇമേജ് ഒബ്റ്റെയിൻഡോ, സോ ഒബ്റ്റെയിൻഡ് ബൈ ഡിഫ്രാക്റ്റർ റേസ് ആൻഡ് ട്രാൻസ്മിറ്റഡ് റേസ് പ്രൊജക്റ്റഡ് ഓൺ ഫ്ലൂറസെന്റ് സ്ക്രീൻ ഓർ എ ഫോട്ടോഗ്രാഫിക് ഫിലിം. അങ്ങനെയാണ് നമ്മൾ TEM-ൽ അത് ലഭ്യമാകുന്നത്. SCM-ലോ ഒബ്റ്റെയിൻഡ് ബൈ റിഫ്ലക്റ്റഡ് ഓർ ബാക്ക് സ്കാറ്റേർഡ് റേസ് ആൻഡ് ബൈ സെക്കൻഡറി എമിഷൻ. ഇതൊക്കെ എന്താണ്, ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ് ഓൺ എ CRT ഓർ എ ഫോട്ടോഗ്രാഫിക് ഫിലിം. നമുക്കൊരു മോണിറ്ററിലേക്കോ CRT സ്ക്രീനിലേക്കോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം, TM-ലുള്ള പോലെ തന്നെ ഫോട്ടോഗ്രാഫിക് ഫിലിമിലേക്ക് നമുക്കത് ഒബ്റ്റെയിൻ ചെയ്യാം. മേജർ സോഴ്സസ് ആൻഡ് ഫീച്ചർ, ഡിഫ്രാക്റ്റർ റേസ് ആൻഡ് ട്രാൻസ്മിറ്റ് റേസ്, ക്രിസ്റ്റൽ സ്ട്രക്ചർ, ഡിസ്ലൊക്കേഷൻസ്, ഇൻക്ലൂഷൻ, പ്രസിപ്പിറ്റേറ്റ്സ് എക്സെട്ര. ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് TM-ൽ കിട്ടും. അതുപോലെ SCM-ലോ ടോപ്പോഗ്രാഫിക് ഡീറ്റെയിൽസ്, മൈക്രോ സ്ട്രക്ചർ ആൻഡ് ഡിഫറെന്റ് ഫേസസ് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് SCM-ൽ കിട്ടുന്നത്. ഓൾറെഡി നമ്മൾ മാഗ്നിഫിക്കേഷൻ നോക്കി. TEM ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണ് നമുക്ക് വിൽ ഗെറ്റ് മോർ മാക്സിമം മാഗ്നിഫിക്കേഷൻസ്, അല്ലെ കൂടുതൽ മാഗ്നിഫിക്കേഷൻ കിട്ടുന്ന അതിലാണ്. the range of 10⁵ times h, and here it is 5 or here in the case of SCM it is 50,000 h. അതുപോലെ തന്നെ റെസൊല്യൂഷനിലും ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ കമ്പാരിസൺ ഓഫ് TEM ആൻഡ് SCM. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ചെയ്തതല്ല. നമ്മളിപ്പോൾ നോക്കിയാൽ എന്താ ചെയ്തത്, നമ്മൾ ആദ്യം ക്രിസ്റ്റലൈസേഷൻ പ്രോസസ് ഒക്കെ നമ്മൾ പഠിച്ചു, എങ്ങനെയാണ് ക്രിസ്റ്റലൈസേഷൻ ഉണ്ടാകുന്ന നോക്കിയല്ലേ. ആദ്യം എംബ്രിയോ ഫോർമേഷൻ ഉണ്ടാവും, ന്യൂക്ലിയേഷൻ ഉണ്ടാവും, ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ് ന്യൂക്ലിയേഷൻ ആവാം,
അതിനുശേഷം എന്താ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ടാവും. ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ ഫൈനൽ ക്രിസ്റ്റൽ ഫോർമേഷനിൽ അത് പോളിക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ആണ് ഉണ്ടാകുന്നത്. കാരണം യൂഷ്വലി മെറ്റാലിക് മെറ്റീരിയൽസ് എല്ലാം പോളിക്രിസ്റ്റലൈൻ ഇൻ നേച്ചറാണ്. സിംഗിൾ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ അത് ഒറ്റ ഗ്രെയിൻ മാത്രമേ ഉണ്ടാവും, അല്ലെങ്കിൽ ഒറ്റ ക്രിസ്റ്റൽ മാത്രമേ ഉണ്ടാവും. പൊതുവായി നമ്മൾ കാണുന്നതൊക്കെ മൾട്ടി ക്രിസ്റ്റൽസ് മീൻസ് പോളിക്രിസ്റ്റലൈൻ ടൈപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ ക്രിസ്റ്റൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഓരോ ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഓരോ ഗ്രെയിൻ ഉണ്ടാകുന്നത് ഓരോ എംബ്രിയോസ് ഫോം ചെയ്ത് ഓരോ സ്ഥലത്ത് ന്യൂക്ലിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുന്നത് അല്ലെ. അത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ മോൾട്ടൺ മെറ്റീരിയൽ നമ്മൾ എങ്ങനെ കൂൾ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. റാപ്പിഡ് കൂളിംഗ് ആണ് അല്ലെങ്കിൽ സ്ലോ കൂളിംഗ് ആണോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഗ്രെയിൻ സൈസ് മാറുന്നത് അല്ലെങ്കിൽ ഗ്രെയിനിന്റെ നമ്പേഴ്സ് മാറുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ നമുക്കതിനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്നൊരു സ്പെസിമെൻ കട്ട് ചെയ്തു അല്ലെ. അനാലിസിസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെസിമെൻ കട്ട് ചെയ്തു. സ്പെസിമെൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. സ്പെസിമെൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. സ്പെസിമെൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ അതിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട് അല്ലെ. പോളിഷിങ്, എച്ചിങ് വരെയുള്ള സ്റ്റെപ്സ് ഉണ്ട്, നമുക്കറിയാം. അതിനുശേഷം എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഇമേജ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിലേക്ക് അതിനെടുത്ത് നോക്കി. അന്നേരം നമുക്ക് കുറേ അതിന്റെ ഇമേജസും കുറേ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമായി. ഓക്കെ, പക്ഷെ അതിന്റെ മാഗ്നിഫിക്കേഷൻ പവർ കുറവാണ്. കാരണം നമ്മൾ ഒപ്റ്റിക്കൽ ലൈറ്റ് സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് നമുക്ക് മനസ്സിലായി ഇലക്ട്രോൺ ബീംസിന്റെ വേവ് ലെങ്ത്സ് കുറവാണ്. 5 to 6 times കുറവാണ് ലൈറ്റിനേക്കാളും, വിസിബിൾ ലൈറ്റിനേക്കാളും. സോ നമുക്ക് എന്ത് മനസ്സിലായി? അത് വെച്ചാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇലക്ട്രോൺ ബീംസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വേണം അല്ല. അപ്പൊ ഇലക്ട്രോൺ ഗൺസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോൺ ബീംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലുള്ള മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ അടുത്ത മൈക്രോസ്കോപ്പായ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലേക്ക് പോകുന്നത്. ആദ്യത്തെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി ആയിരുന്നു അല്ലെ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എന്തൊക്കെ വരും? സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് വരും, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ഒക്കെ വരും. അപ്പൊ അതിൽ നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും അല്ലെ. 10 lakh 50,000 times X മീൻസ് 50,000 times മാഗ്നിഫിക്കേഷൻ, 10 lakh times മാഗ്നിഫിക്കേഷൻ. അതുപോലെ തന്നെ കൂടുതൽ റെസൊല്യൂഷൻ ആയ ഇമേജസ് ഒക്കെ നമുക്ക് ഈ പറയുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ ലഭ്യമാകാൻ തുടങ്ങി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഒക്കെ കിട്ടി, സ്പെസിമെൻ പ്രിപ്പയർ ചെയ്തു. ഈ സ്പെസിമെൻ ഒക്കെ നമ്മൾ നോക്കി. നമുക്കപ്പോൾ അതിൽ ഈ മൈക്രോസ്ട്രക്ചർ ഡീറ്റെയിൽസും അതിന്റെ ടോപ്പോഗ്രാഫിക് ഡീറ്റെയിൽസും ഒക്കെ കിട്ടി. അടുത്തെന്താ? നമ്മൾ ഈ ഗ്രെയിൻ സൈസ് എങ്ങനെ നമ്മൾ മെഷർ ചെയ്യുന്ന നോക്കുന്നത്. ഗ്രെയിൻ സൈസ് ഡിറ്റർമിനേഷൻ. പൊതുവേ നമ്മൾ ഗ്രെയിൻസിനൊക്കെ അത് ഒരു സർക്കുലർ ഷേപ്പിലാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അത് ഇറഗുലർ ഷേപ്പാണെന്ന് നമുക്കെല്ലാം അറിയാം. സോ ഗ്രെയിൻ സൈസ് ഡിറ്റർമിനേഷൻ ആണ് അടുത്ത സ്റ്റെപ്പ്. സോ the rate at which a molten metal is cooled when it reaches the freezing point affect the size of the crystal which forms. Okay, നമുക്കറിയാം ഇത് ഒരു മെറ്റൽ അതിന്റെ ഫൈനൽ ഫോർമേഷന്റെ സമയത്ത് അത് എന്താ ചെയ്യുന്നത്? മോൾട്ടൺ മെറ്റൽ സോൾഡിഫൈ ചെയ്തിട്ടാണ് അതിന്റെ ഫൈനൽ സോളിഡ് രൂപത്തിലേക്ക് എത്തുന്നത് അല്ലെ. ഈ സോൾഡിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ആക്ച്വലി അത് തണുക്കുമ്പോഴാണ് സോൾഡിഫൈ ചെയ്യുന്നത് അല്ലെ. ടെമ്പറേച്ചർ റിലീസ് ചെയ്ത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമാണ് സോൾഡിഫൈ ചെയ്യുന്നത്. അവിടെ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ ചെയ്യാം. രണ്ട് രീതിയിലല്ല, അതിനെ നമുക്ക് വേരി ചെയ്യാൻ വേണ്ടി പറ്റും. Either it can be a slow fall in temperature or a rapid cooling can be given. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. If the temperature fall is low, few nuclei will form and large crystal size will be formed അല്ലെ. അപ്പോൾ വളരെ പതുക്കെയാണ് ടെമ്പറേച്ചർ കുറയുന്നതെങ്കിലോ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ഈ ന്യൂക്ലിയർ ഫോർമേഷൻ നടക്കൂ. അപ്പോൾ ആ ന്യൂക്ലിയർ ഫോർമേഷൻ നടന്ന സ്ഥലത്ത് മാത്രമേ ഗ്രെയിൻസ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ഒരു 10 സ്ഥലത്ത് ന്യൂക്ലിയർ ഫോർമേഷൻ ഉണ്ടായില്ലെങ്കിൽ അതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് 10 ഗ്രെയിൻസ് ആയിട്ട് മാറും. നേരെ മറിച്ച് നമ്മൾ റാപ്പിഡ് കൂൾ ചെയ്യുകയാണെങ്കിലോ there will be high degree of super cooling. ഓൾറെഡി സൂപ്പർ കൂളിംഗ് നോക്കിയതാണ് എന്താണെന്ന്. സോ ലാർജ് നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഫോംഡ്. അപ്പൊ നേരത്തെ 10 ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തണുപ്പിക്കുമ്പോൾ സംഭവിക്കും ചിലപ്പോൾ ഒരു 10-30 സ്ഥലങ്ങളിൽ ന്യൂക്ലിയർ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ 10-30 സ്ഥലങ്ങളിൽ ന്യൂക്ലിയർ ഫോർമേഷനും അവിടെ അത് ഗ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ആദ്യത്തെ കേസിൽ 10 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓരോ ന്യൂക്ലിയസിനും കൂടുതൽ വളരാൻ വേണ്ടി പറ്റി. രണ്ടാമത്തെ കേസിൽ 30 ന്യൂക്ലിയർ ഫോർമേഷൻ നടക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ സെയിം കണ്ടെയ്നറിലുള്ള സാധനമാണ്. അപ്പോൾ എന്താ ചെയ്യും? അതിന് അത്രയും വളരാൻ വേണ്ടി പറ്റൂല. അന്നേരം എന്ത് സംഭവിക്കും? ഓരോ ന്യൂക്ലിയസ് ഫൈനലായിട്ട് ഗ്രെയിൻ സൈസ് ഉണ്ടായിട്ടാകുമ്പോൾ അതിന്റെ ഗ്രെയിൻ സൈസ് കുറവായിരിക്കും. അപ്പൊ റാപ്പിഡ് കൂളിങ്ങിന്റെ സ്ഥലത്ത് നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് ഗ്രെയിൻസ് കിട്ടും, അല്ലെങ്കിൽ ഗ്രെയിനിന്റെ സൈസ് സ്മോൾ ആയിരിക്കും. ടെമ്പറേച്ചർ സ്ലോ ഫാളിംഗ് ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് കുറവായിരിക്കും ഗ്രെയിൻ നമ്പേഴ്സ്, പക്ഷെ ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഗ്രെയിൻ സൈസ് വലുതായിരിക്കും. So as the grain size is having effect on material properties, there are methods to control the nucleation process and thereby material properties. Okay, നമുക്കറിയാം grain size is it has a effect on the material properties അല്ലെ. അപ്പൊ നമുക്ക് ഗ്രെയിൻ സൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റിയാൽ നമുക്ക് പ്രോപ്പർട്ടീസിനും
ആ എഫക്റ്റ് നമുക്ക് മാറ്റാം അല്ല, അതിന്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് വരുത്താം. അപ്പോൾ നമുക്ക് അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. Grain size in materials is also controlled by the combination of controlled deformation and thermal treatments called thermomechanical treatment. നമുക്ക് thermomechanical treatments ചെയ്യാം, അതായത് ഇന്റർമീഡിയറ്റ് ആയിട്ട് തെർമൽ ട്രീറ്റ്മെന്റ്സ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് നമ്മൾ നോക്കിയതാണ് അല്ലേ. അപ്പോൾ ഹീറ്റ് ട്രീറ്റ് ചെയ്യുന്നു, നമുക്ക് ഹീറ്റ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്പെസിമെൻ എടുക്കുന്നത്. പക്ഷേ കംപ്ലീറ്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യാണ്ട് നമുക്കൊരു ഒരു ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് ഹീറ്റ് ട്രീറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ മെക്കാനിക്കൽ ട്രീറ്റ് ചെയ്തിട്ട് വീണ്ടും അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് ഹീറ്റ് ട്രീറ്റ് ചെയ്യുക, അതിനാണ് തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ്സ് പറയുന്നത്, രണ്ടും കൂടി ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഗ്രെയിൻ സൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അത് വേറൊരു മെത്തേഡാണ്. ഓക്കെ, സോ ASTM ഗ്രെയിൻ സൈസ് നമ്പർ. സോ ASTM ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ഗ്രെയിൻ സൈസ് നമ്പർ ഡിറ്റർമിനേഷൻ ഉണ്ട്. ഇക്വേഷൻ മാത്രം നോക്കാം. n is equal to where n is the average number of grains, n is equal to 2 raised to n minus 1. ASTM എന്ന് വെച്ചാൽ അമേരിക്കൻ സൊസൈറ്റി ഫോർ ടെസ്റ്റിംഗ് ഓഫ് മെറ്റീരിയൽസ്, അവർ ഒരു സ്റ്റാൻഡേർഡ് ഗ്രെയിൻ സൈസ് നമ്പർ ഇക്വേഷൻ ഉണ്ട്. If n small n is the grain size number and capital N is the average number of grains per square inch. Sir, time. Square inch at a magnification of 100x, then these are related to a relationship n is equal to 2 raised to n minus 1. So അതാണ് അവിടെയുള്ള റിലേഷൻഷിപ്പ് അല്ലേ. A large ASTM grain size number indicates large number of grains of a fine grain size and it correlates with the high strength of materials. അപ്പോൾ അതിൽ ഗ്രെയിൻ സൈസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് 2-3 മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് എന്താണെന്നൊക്കെ നമുക്ക് വരും ക്ലാസ്സുകൾ നോക്കാം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക.